ഹായ് ഗായ്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 മാസത്തെ ഗ്യാപ്പ് എടുത്തിരുന്നു. ഞങ്ങൾ വീട് ഷിഫ്റ്റിങ്ങും പിന്നെ മോനെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഈസി ആയിട്ട് ബേക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പീൻ്റെ നെയിമാണ് ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പാല് വേണം 4 കപ്പ്, പിന്നെ കൊക്കോ പൗഡർ, ഒരു 4 ടീസ്പൂൺസോളം കോൺഫ്ലവർ, ഒരു കപ്പ് ഷുഗർ, പിന്നെ ബിസ്ക്കറ്റ്സ് ആണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാരി ബിസ്ക്കറ്റ്സ് ആയിരുന്നു, അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. പിന്നെ നല്ല റൈപ്പായിട്ടുള്ള 2 ബനാന. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്ക് ബോയിൽ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 4 കപ്പ് മിൽക്ക് ഞാനിവിടെ ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് വെട്ടി തിളക്കണം. അപ്പോൾ അതൊന്ന് ബോയിലാവുന്ന സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലവറും മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കോൺഫ്ലവർക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം കട്ട ഒന്നും ഇല്ലാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൊക്കോ പൗഡറും ഒരു 1/2 കപ്പ് പാലും കൂടെ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പാല് നല്ലോണം ബോയിലായിട്ട് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ തന്നെ പാലൊന്ന് കുറുകി തുടങ്ങും. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ ആൻഡ് മിൽക്ക് മിക്സ്ചർ ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം അടിയിലേക്ക് പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കി നല്ല തിക്കായിട്ട് ഒരു നല്ല തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസി ആവണ വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളൊരു ലോ ടു മീഡിയം ഫയറിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം അടി കരിയാൻ ചാൻസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ഇത് നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. ഇതൊന്ന് കൂൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കുറച്ച് ഒരു 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഒരു വാം വാട്ടറിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് പുഡിംഗ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കോഫി മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബിസ്ക്കറ്റ് പീസസും ഈ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡിഷിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഇങ്ങനെ അടുക്കി വെക്കാം. അപ്പോൾ ആദ്യത്തെ ബേസ് ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളതാണ് കൊടുക്കുന്നത്.
ബിസ്ക്കറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ്ചർ ആഡ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 ബനാന എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ടാണ് വരിക. ആദ്യം ബിസ്ക്കറ്റ്, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ്ചർ, അതിൻ്റെ മുകളിൽ ബനാന. പിന്നെ ഇത് 2 പ്രാവശ്യം 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യുക. കോഫിയിൽ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇനി ഈ ബനാനൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഞാൻ ചോക്കോ മിക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സീവിൽ നമുക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് അത് ഡസ്റ്റ് ചെയ്തിട്ട് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മിനിമം ഒരു 6 to 7 hours എങ്കിലും വെക്കണം. അപ്പോൾ എൻ്റെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ ലെയറും നമുക്കിതിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ യമ്മി ചോക്കോ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Say like, share, subscribe. Bye.